വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറുമുറ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വെറുതെ ഒന്ന് അടുക്കള വഴി ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇരിപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ വേഗം എടുത്തോളിയും തൊലിയൊക്കെ കളഞ്ഞ് നല്ല കറുമുറ അടിപൊളി ഉരുളൻകിഴങ്ങ് ഫ്രൈ റെഡിയാക്കി എടുക്കുക. കഴിച്ചാൽ നിർത്താനേ തോന്നൂല. കുട്ടികളുടെ ഇടയിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ഒറ്റയടിക്ക് പാത്രം കാലിയാക്കി അവരിങ്ങ് തന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് കുഴഞ്ഞു പോകാതെ നല്ല മൊരുമൊരാന്നുള്ള അടിപൊളി ഉരുളൻകിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് അത്യാവശ്യം ഒരു കനമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ നല്ലത്. ഒരുപാടങ്ങ് കനം കുറച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ പിന്നെ അത് പൊരിക്കുമ്പോഴത്തേനും കരിഞ്ഞൊക്കെ പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടൂല. അപ്പം ഞാൻ ഇതിനെ ഉരുളൻകിഴങ്ങിനെ ആദ്യം കനല്ലാണ്ട് ഒരുപാട് കനല്ലാണ്ടല്ല, എന്നാലും ചെറിയൊരു കട്ടിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നീളത്തിൽ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുറുകെ മുറിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നീളത്തിൽ മുറിച്ചിട്ട് അതിനെ അങ്ങ് രണ്ടാക്കി അതേ കോലത്തിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇതിലെന്തായാലും നമ്മൾ അരിയുമ്പോഴത്തേനും അതിലൊരു തരം പൊടി പോലെ ഉണ്ടാവും. അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് 1-2 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് എപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴും കൂടുതൽ ഉപ്പാവരുത്. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കുറച്ചിട്ടാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി. 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല മൊരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ നിറയെ ചേർത്ത് കൊടുക്കുക. അതിന് പകരം 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് എണ്ണ ചൂടാകാൻ വെക്കണേ. കാരണം നമ്മളിതെല്ലാം കൂടി കൂട്ടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരാവശ്യമല്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതിലെ മസാല എല്ലാം അതിൽ പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കൊണ്ടു. ഇനി അഥവാ നിങ്ങൾ മസാല കൂട്ടി വെക്കുകയാണെങ്കിൽ കോൺഫ്ലോർ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് മസാല റെഡിയാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കേണ്ട നേരത്ത് കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്താലും മതി. നല്ല തിളച്ച എണ്ണയിൽ കിഴങ്ങിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത്, ഒട്ടും ഇളക്കരുത്. കുറേ കഴിയുമ്പോൾ നല്ല കട്ടിക്ക് ഇതേ കോലത്തിലായിരിക്കും കിട്ടുക. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ മാത്രം അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വേണം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോഴും കട്ട ഊത്തിയിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും നോക്കണ്ട, നല്ല ക്രിസ്പി ആയിട്ട് വെന്തു എന്ന് തോന്നിയാൽ മാത്രം നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുക. കരിയാണ്ട് പൊരിച്ചെടുക്കണേ. ഒന്ന് ചൂടൊക്കെ പോയ ശേഷം നമുക്ക് കട്ട കുത്തി നിൽക്കുന്ന ഓരോ കിഴങ്ങെടുത്ത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചുമ്മാ ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ അതങ്ങ് വിട്ട് വന്നോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്